മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ജിജി മോൾക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല. നേരിട്ട് കാണാനാ കൂടുതൽ ഭംഗി. ഓ, റൊമാൻറ്റിക് വീഡിയോസിനൊക്കെ തീ ഇമോജി ഇടുന്ന ഓ, ബാസികർ. ബാസികർ റോഹൻ. ഓ, പത്രിക ജയിക്കും, എനിക്ക് ഉറപ്പാ. ഒരു സെൽഫി എടുത്താലോ? റെഡിയല്ലേ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തെ കുറിച്ച് പറയൂ. പിന്നെ എന്നെ വെല്ലുവിളിച്ച് സ്വപ്നത്തിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലനാടനാ, നമ്മുടെ ട്രംപിനെ ഇറക്കിയതിന് വരെ ഇവർക്ക് പങ്കുണ്ട്. പിന്നീട് ഇടപാടാ. മലനാടൻ പേര് കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ. കാശിത്തിരി പൊടി. പണം പോയിട്ട് പവർ വേട്ടാശാനെ. ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? ജിജി ഓക്കെ അല്ലേ? സ്വന്തം വീട് നോക്കുന്ന പോലെയാണ് എന്റെ അപ്പൻ ഈ നാട് നോക്കിയിരുന്നത്, സ്നേഹിച്ചിരുന്നത്, പരിപാലിച്ചിരുന്നത്. ആ നാടെന്നെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? പറയൂ സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? ഇന്നലെ വരെ ടിക്ടോക്ക് സെലിബ്രിറ്റി ആയിരുന്ന ജിജി പൗലോസിന്റെ രാഷ്ട്രീയ പ്രവേശന മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. അവരുടെ ഫാൻസും കൂട്ടുകാരുമെല്ലാം വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഇതേ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് ജിജിയുടെ അപ്പൻ ശ്രീ പൗലോസ് പഴുക്കപ്പള്ളി. ഇനിയൊരു പ്രസിഡന്റിന് കൂടി തോന്നയ്ക്കൽ പഞ്ചായത്തിന് സമ്മാനിക്കാൻ പഴുക്കാപ്പള്ളി കുടുംബത്തിനാകുമോ? കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ശ്യാം മുരളീധരനോടൊപ്പം ഫിലോ തോപ്പുംപടി. ഇതാ പഴുക്കപ്പള്ളിയിലെ കുരുട്ടടക്കല്ലടാ. ജിജി നിക്കണോണ്ട് ഈ തവണ തീ പാറും. ഭാവൻചാലമോന്റെ കാര്യം കഷ്ടം. ജഗത്താന്റെ കടലിലെ നടുക്ക്. ഞാൻ എന്തായാലും ജിജിയുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. ശലമാൻ എന്തായാലും അവസാനം അവിടെ കൂടെ കാണും. എന്തെങ്കിലും ടിപ് ടോപ്പ് ആയിട്ടൊക്കെ നടന്നാൽ മതി. ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യണ്ടേ? എന്താ കാര്യൊക്കെ ശരിയാ. ടിപ് ടോക്ക് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെയാ. പക്ഷെ തെരഞ്ഞെടുപ്പ് അതുപോലെ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ കുട്ടികളെയല്ല മക്കളെ കണ്ണി കണ്ട അമൂൽ ബേബികൾ നിർത്താൻ പറ്റില്ല. രാജസ്നേഹം കുറച്ച് കൂടുതലാടാ. രാജെന്ന് പറഞ്ഞ കോപ്പം മരിക്കും. ശരി. അവന്റെ പാട്ടിന് പോട്ടെ. നല്ല ചെരിവുണ്ട്. അടുത്ത നേരെ ഒട്ടിക്കണം കേട്ടോ. പഠിപ്പിക്കണ്ട. കണ്ട ഏതോ പണിയറിയാന്നവൻ ചെയ്തതാ. എന്നെയും കൂടി ഇതിനകത്തൊന്ന് കേട്ടടാ. കേറിയിരിക്കി. പിന്നെ അതിന് അമ്മച്ചിയുടെ ഇതിലിടാൻ പറ്റിയ വലിയ ഫോട്ടോ ഉണ്ട്. പിന്നെയല്ലേ ഇതാ ഞാൻ ഇപ്പൊ എടുത്തോണ്ടരാം. ആഹാ ഇപ്പൊ കാണിച്ചുതരാം. ഇതെന്താണ് കല്യാണ ഫോട്ടോയാ? കൂടെ ഏതാണ് ഈ മൊണാലിറ്റി? നിന്റെ അപ്പൻ. നീ ഒന്ന് ഒപ്പാസിറ്റ് പിടിച്ച് ഡോട്ട് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് ഷാർപ്പൻ ചെയ്ത സംഭവം കിട്ടുക്കും. പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ ബോർഡർ ഒന്ന് ക്രോപ്പ് കൂടി ചെയ്താലേ സംഭവം പൊരിക്കും. നീ അതൊന്ന് ചെയ്തേ. കൂടി ചെയ്താൽ ഞാൻ മരിക്കും. പിന്നെ എന്തോ സാധനം. മക്കളെ ജിജി കോടി അപ്പൊ രണ്ടിലെ നടുവിൽ റോസാപ്പൂ. അങ്ങനെ പറയാം. ചേച്ചി നമുക്കൊരു ടിക്ടോക്ക് ചേട്ടന്റെ പഴയ ലൈവ് വന്നേക്കുന്നു.
ആരാടാ? സ്മിതയാണോ? അല്ല, ചേട്ടന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ജിജിമോളാ. മോളോ? ആ. എനിക്കൊന്നും പറ്റിയില്ല. അപ്പ ഇത് പണ്ടെന്റെ പിന്നാലെ നടന്ന സുമേഷിന്റെ വീടാ. അത് പിന്നെ എനിക്കറിയില്ലേ. ആ പള്ളിവളവിലെട്ടില് ഞാനും പങ്കനും കൂടെ അവനെ തല്ലിയത് അല്ലടാ പങ്ക? അത് ഇവനെ അല്ല ആശാനെ, അതാ കുമാരന്റെ മകൻ സുഭാഷിനെ. അത് ഇവിടുന്ന് 4-5 വീട് മാറിയ ഇവനെ നമ്മൾ ആളെ വിട്ടാ തല്ലിച്ച്. എന്നിട്ട് കാറ് മോഷ്ടിക്കാൻ ശ്രമിച്ചു കൊടുക്കുകയും ചെയ്തു. ആശാനം വന്നു ഒരു ഓർമ്മയില്ല. ചെക്കനതൊക്കെ ഓർമ്മ കാണൂ? കാണത്തില്ലായിരിക്കും. മറന്നാ മതിയായിരുന്നു. ജിജി പൗലോസും ഉണ്ടല്ലോ, പങ്കനും ഉണ്ട്. എന്റെ നെഞ്ചത്ത് വെക്കാനായിരിക്കും. സുമേഷ് ചേട്ടാ, എന്നെ ഓർമ്മയില്ലേ? പിന്നെ നമ്മുടെ ചിഹ്നം പനിനീർപ്പൂവാണ്. വോട്ട് എനിക്ക് തന്നെ തരണേ. മിനിമം 2 വോട്ടെങ്കിലും ചെയ്യും. ജിജിമോളെ, നമുക്കൊരു സെൽഫി എടുക്കാം. പിന്നെ ഇതെന്താണ് കുടുംബ ഫോട്ടോയാ? എല്ലാരും തൊലിച്ചിരുന്നോട്ടെ. അപ്പച്ച, ഇനി എന്റെയും ജിജിമോളുടെ എന്നാ എടുത്തോ, അമാന്തിക്കണ്ട. അയ്യടാ, വെറുതെ നോക്കിയ സുമേഷിന്റെ പ്രതികാരം. അപ്പച്ചന്റെ ബോധമൊക്കെ കാലം മതി. ശരി അപ്പച്ച. ശരി. രണ്ടിലെ നടുവിൽ പനിനീർപ്പൂവ്. കണ്ട തൊടുത്തിരുന്ന് കാണിക്കരുത്. ജിജി സാരി മാറി കണ്ടില്ലേ? മടക്കി കുത്തഴിച്ചു. നീ അതെ ചെയ്യൂ. അമ്മച്ചിക്ക് മനസ്സിലായോ? ഇല്ലല്ലോ കൊച്ചേ, നീ ഏതാ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ പണ്ട് ഇവിടെ ഇലക്ഷന് നിന്നതല്ലേ? ഉണ്ട് ചേർത്തി. കഴിഞ്ഞ 20 വർഷമായി ഞാനാ ഇവിടുത്തെ പ്രസിഡന്റ്. ഇതെന്റെ മോള ജിജി പൗലോസ്. 10ാം വാർഡിൽ ഇത്തവണ ഞാനാ മത്സരിക്കുന്നേ. നമ്മുടെ ചിഹ്നം പനിനീർപ്പൂവ്. നീയൊക്കെ ജയിച്ചിട്ട് എന്നാ കാണിക്കാനാ കൊച്ചേ? അമ്മച്ചിക്ക് ഇപ്പൊ എന്നതാ വേണ്ടേ? ഞാനേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് നീന്തി കുളിക്കാനാ. അതിനെന്നാ? ഞാൻ ഈ വീട് വെച്ചപ്പം എന്റെ പുത്രനോടൊന്ന് പറഞ്ഞതാ. അവന്റെ ബെമർനൂത്തി ഉടക്ക് പറഞ്ഞോണ്ട് ഒന്നും നടന്നില്ല. അതിനിപ്പോ എന്നാ, അമ്മച്ചിക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ വേണം, അത്രല്ലേ ഉള്ളൂ. അയ്യോ നിസ്സാരം. അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങള് കവലെ വലിയൊരു സ്വിമ്മിംഗ് പൂള് പണിയുന്നുണ്ട്, അല്ലേ ആശാനെ? ആ കാര്യം ജിജി ഏറ്റു. ഇതങ്ങോട്ട് പിടിച്ചാട്ടെ, ചിഹ്നം മറക്കണ്ട. ഇറങ്ങുന്നേ. അമ്മച്ചി, കുളത്തിൽ ചാടുന്നൊന്നും കുഴപ്പമില്ല. ഓട്ടിയവരുടെ ചാടാമുള്ളൂ, അനുഗ്രഹിച്ചാലും. ഇറങ്ങുന്നേ. ശരി, പനിനീർപ്പൂവ്.